ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 പ്രൊജക്ട്സിൻ്റെ ഐഡിയാസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഒരു ഡോറിൻ്റെ മോഡലും ഒന്നൊരു ക്രിക്കറ്റ് ബോളിൻ്റെ മോഡലുമാണ്. അത് കുറേ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് കണ്ടിട്ട് 1-2 പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾ ആക്ടിവിറ്റീസിൻ്റെ ചെയ്തതിൻ്റെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ കാണിക്കുന്നതാണ്. അത് ഈ ഡോറിന് ഒരു കീ പോലെ ഉണ്ടാക്കിയിട്ട് അത് ഇതിൻ്റെ മേലെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഈ നൂലിൻ്റെ മേലെ. പക്ഷെ അത് കീ കീറിപ്പോയി, മുകൾ ഭാഗം അതിൻ്റെ അത് കീറിപ്പോയി. അപ്പം ജസ്റ്റ് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടെടുത്തതാണ്. ഇത് ഷർട്ട് വാങ്ങുമ്പോഴും ബെഡ്ഷീറ്റ് വാങ്ങുമ്പോഴും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാർഡ്ബോർഡാണ്. അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ A4 ഷീറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത്. A4 ഷീറ്റ് ഓപ്പൺ ആക്കിയിട്ട് 2 കഷ്ണമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു ഓപ്പൺ പോലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ലോക്കും വരച്ചു. ആ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് അതിൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാണുന്നത്. കീയുടെ ചിത്രം ഗൂഗിളിൽ നോക്കി വരച്ചെടുത്തതാണ്. എന്നിട്ടത് കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തു. കാർഡ്ബോർഡിൻ്റെ 2 ഭാഗത്തും A4 ഷീറ്റ് ഒട്ടിച്ചു. അതിനുശേഷമാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഡോർ പോലെ 2 പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചത്. അതിൻ്റെ മുകളിൽ പേപ്പർ പീസാക്കിയിട്ട് കുറച്ച് കട്ടിയിൽ വാതിലിൻ്റെ ആ ഒരു പടി പോലെയുള്ള ഭാഗം ഒട്ടിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗവും ഒരു കാർഡ്ബോർഡ് ആണ്. അതിന് കളർ ചെയ്ത് കൊടുത്തു A4 ഷീറ്റ് ഒട്ടിച്ചിട്ട്. പിന്നെ അതിന് പഞ്ച് ചെയ്ത് ഹോൾ ഉണ്ടാക്കിയിട്ട് വൂളൻ നൂല് കൊണ്ടാണ് ബൈൻഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ കെട്ടിയിട്ടുള്ളത്. കാരണം ഉള്ളിലുള്ള പേപ്പറുകൾ മറയ്ക്കുമ്പോൾ കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ടൈറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഉള്ളിലുള്ള പേപ്പറുകൾ മറച്ച് നോക്കുമ്പോൾ കീറിപ്പോകും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പുറംഭാഗം ചെയ്യാൻ മാത്രമാണ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ സഹായിച്ചിട്ടുള്ളത്. ഈ കവറിൻ്റെ ഉൾഭാഗം വാട്ടർ കളർ കൊണ്ടും പുറംഭാഗം കളർ പെൻസിൽ കൊണ്ടുമാണ് കളർ ചെയ്തിട്ടുള്ളത്. വാതിലിൻ്റെ പടി പോലുള്ള ഭാഗങ്ങൾ കളർ പെൻസിൽ കൊണ്ടും
ഗ്ലിറ്റർ പെന്നുകൊണ്ടുമാണ് കളർ ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഒരു കില്ലിങ്ങും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കളർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ അതൊരു ക്രിക്കറ്റ് ബോളിൻ്റെ ഷേപ്പിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതും 2 ഭാഗവും കാർഡ്ബോർഡാണ്. അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അതുപോലെ ഉള്ളിൽ എഴുതിയിട്ടുള്ള പേപ്പർ ചിത്രങ്ങൾ ഒട്ടിച്ചിട്ടുള്ളതും A3 ഷീറ്റുകളാണ്. അതും വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ ക്രിക്കറ്റ് ബോളിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ച് പോലെ പെൻസിൽ കൊണ്ട് മെല്ലെ ചെറുതായിട്ട് വരച്ചു കൊടുത്തതാണ്. നടുക്ക് കറുപ്പ് കളറുള്ള ആ സ്റ്റിച്ച് പോലെ കാണുന്നത് സ്കെച്ച് കൊണ്ട് വരച്ചതാണ്. ഫാബ്രിക് കളർ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ കളർ ചെയ്തിട്ടുള്ളത്. മുകളിൽ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ട് വൂളൻ നൂലുകൊണ്ട് തന്നെയാണ് അത് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. മുകളിലേക്കിട്ട് അഴിച്ചിട്ടോ കുറച്ച് ലൂസാക്കിയിട്ടോ നമുക്കത് മറിച്ച് നോക്കാൻ പറ്റും. റൗണ്ടിൽ കട്ട് ചെയ്ത പേപ്പറിൻ്റെ സൈഡിൽ സ്കെച്ച് കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സ്കെച്ച് വെച്ച് വരച്ചിട്ടുള്ളതാണ്, ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്.
ഇതുപോലെയുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ കൂടെ നമ്മൾ ഇരുന്നാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ മാലയുടെ മുത്താണ് ഇതിൻ്റെ അറ്റത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടത് എല്ലാവർക്കും നന്ദി. താങ്ക് യു.